ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മൾ ഇന്നൊരു ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചിക്കൻ എല്ലാം കഴുകിയിട്ടിട്ട് ബാക്കി വരി പൂവിയെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ആദ്യം, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, ജസ്റ്റ് കുറച്ച് മതി കളറിന് വേണ്ടിയിട്ടാ. പിന്നെ ഇതാ ചതച്ച് വെച്ച് കുറച്ച് വെളുത്തുള്ളി, പിന്നെ പുതിന ലീഫ്, പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ നാരങ്ങ പിഴിയ, തൈര് ഒഴിക്കുക മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ കേസ് നമ്മൾ മസാല ഉണ്ടാക്കാൻ പോവാണ്. അത് നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് പാനൊന്ന് ചൂടായിട്ട് നമ്മൾ ഓയിലൊന്ന് ഒഴിച്ച് ഓയിലൊന്ന് കുറച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയൊക്കെ മിക്സ് ചെയ്യാം. എത്ര ഉള്ളി നമ്മൾ അരിഞ്ഞ്? 3 ഉള്ളി 4 ഉള്ളി, അതിലൊരു ഫ്രൈ ആയിട്ട് 4 ഉള്ളി നമ്മൾ മസാലയ്ക്ക് വേണ്ടി എടുത്തിട്ട് അതിന് വേണ്ടി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കുക. അങ്ങനെ കേസ് ഉള്ളി നന്നായി വഴറ്റി വന്നിക്കണേ. ഇനി അതിലേക്ക് നമ്മൾ 6 പച്ചമുളക് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തിന് അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നന്നായി വഴറ്റിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുമ്പോൾ നമുക്ക് ഇതിലേക്ക് 3 തക്കാളി, ഞങ്ങളെടുത്ത 3 തക്കാളി നമുക്കിതിൽ മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക. നല്ല ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അതിലേക്ക് ആഡ് ചെയ്യണം. ചിക്കനിൽ ഉപ്പുള്ള കാര്യം ഓർക്കണം. കുറച്ച് വഴറ്റി വന്നിട്ട് നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് വെക്കണം. ഉള്ള പറയല ഗൈസ്, ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബിരിയാണി വെക്കാനൊന്നും അറിയില്ല. ഞങ്ങളൊരു വീഡിയോ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. വെച്ച് നോക്കാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തോളൂ. ബിരിയാണി വെക്കാത്തൊരു പ്രത്യേകം ഇത് ട്രൈ ചെയ്യുക, നന്നായിട്ട് വരും. അങ്ങനെ നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത ഉള്ളി അതിലേക്കിടുക. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കി ഇളക്കുക. നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ മൂടി വെച്ച് ചിക്കൻ വേവിക്കണം. അതിലേക്ക് നമ്മളൊരു 1/2 നാരങ്ങ പിഴിഞ്ഞിട്ടിട്ട് നന്നാക്കിയിട്ട് അങ്ങോട്ട് മിക്സാക്കി ഇളക്കിയിട്ട് മൂടി വെക്കുക. നമ്മുടെ ചിക്കൻ എന്താ വെന്തുകൊണ്ടിരിക്കുന്ന ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതെടുക്കുക, നമ്മൾ മൂടി തുറന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. അങ്ങനെ കേസ് നമ്മുടെ ചിക്കൻ നന്നായി റെഡി ആയിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ദമ്മിടാൻ പോവാണ്. അതിലേക്ക് നമ്മൾ നെയ്ച്ചോറ് നമ്മൾ ഒരു 1/2 വേവിലാണ് ആക്കിയത്. 1/2 വേവിൽ കുക്ക് ചെയ്ത നെയ്ച്ചോറ് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒരു ലെയറായി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ അതിലിട്ട് കൊടുത്ത് നന്നായി പരത്തിയിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചോറ് മൊത്തം നന്നായി പരത്തിയിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് നമ്മൾ വറുത്ത ഉള്ളി ഇട്ട് കൊടുക്കുക. കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ അതിലേക്ക് മല്ലിച്ചപ്പും കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യും ആഡ് ചെയ്യാം. ഓയിൽ വിതറി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടി ബിരിയാണി മസാല വിതറി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ മുന്തിരിയൊക്കെ അതിൽ ആഡ് ചെയ്തിട്ട് മൂടി വെച്ച് നമ്മൾ ദമ്മാക്കുന്നുണ്ട്. മൂടി വെച്ചിട്ട് നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞേരം ദമ്മ് പൊട്ടിക്കുകയാണ്. നമ്മളങ്ങനെ ചോറും റൈസും ചിക്കനും സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കുകയാണ്. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മൾ റൈസും ചിക്കനും സെപ്പറേറ്റ് ആക്കി വെച്ചുകൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഗൈസ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുന്ന, പ്രത്യേകിച്ച് ബിരിയാണി ഉണ്ടാക്കാത്തവർ എന്തായാലും ഇത് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് സൂപ്പറായി വരും. വെറുതെ പറയല്ല, ഷുവറാണ്. അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാൻ ഞാനുണ്ട്. ഞാൻ പറഞ്ഞാൽ കറക്റ്റ് അല്ലേ എന്ന് എല്ലാവരും പറയാം. അപ്പോൾ ബൈ.